ഹായ് മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ UPSC പഠനം വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം, ഇൻഡിവിജ്വൽ മെൻറ്റർ നമ്മൾ UPSC പ്രിപ്പറേഷൻ അല്ലെങ്കിൽ PSC KS പോലത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ മെൻറ്ററെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, എന്നാൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കുറഞ്ഞ ഫീസിലാണ് വരുന്നത്. കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇൻഡിവിജ്വൽ മെൻറ്ററിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സ്ക്രീനിലൊക്കെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ മെറ്റീരിയൽ, ഫ്രീ കോഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിന് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടൊരു മെൻറ്റർ ഉണ്ടാവും. ഓക്കെ, ആ മെൻറ്ററെ സഹായത്തോടു കൂടി നിങ്ങളുടെ പഠനം, എല്ലാ കാര്യങ്ങളും, പഠനത്തിൻ്റെ ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതായാലും, അത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നതായാലും, ടെസ്റ്റ് സീരീസ് ആയാലും, നോട്ട് മേക്കിംഗ് ആയാലും, അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ്, പ്രിലിംസ്, മെയിൻസ് കാര്യങ്ങളായാലും, മറ്റുള്ള ഓപ്ഷൻ സബ്ജക്റ്റ് എല്ലാ കാര്യങ്ങളും വ്യക്തമായൊരു മെൻറ്ററെ സഹായത്തോടു കൂടി വ്യക്തമായൊരു സ്ട്രാറ്റജി തയ്യാറാക്കി അത് മെൻറ്ററെ മോണിറ്ററിങ്ങിനോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം പോകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ മെൻറ്റർ നമുക്ക് ഉപകാരപ്രദമാവുന്നത് അല്ലെങ്കിൽ നിർബന്ധമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളെ പ്രിപ്പറേഷൻ, നമ്മളിപ്പോൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ടാവും, എന്തൊക്കെ വായിക്കുന്നുണ്ടാവും, ഒരുപാട് ഇപ്പോൾ ആരൊക്കെ പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ എവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നതാണെങ്കിലും അവിടെ എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കിത് പിന്നീട് ഒരു ആൻസർ ചെയ്ത് നോക്കുന്ന സമയത്തോ ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കുന്ന സമയത്തോ നമുക്കത് ക്ലിയർ ചെയ്യാനോ വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ പ്രിലിംസ് വ്യക്തമായി ക്ലിയർ ചെയ്യാൻ സാധിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഓരോരോ സമയത്തും നമ്മുടെ വ്യക്തമായ ട്രാക്കിലൂടെയാണോ UPSC ഉദ്ദേശിക്കുന്ന രീതിയിൽ UPSC ക്ലിയർ ചെയ്യാൻ പറ്റുന്ന അപ് ടു UPSCക്ക് വേണ്ട രീതിയിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ പോകുന്നതെന്നും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെൽഫായിട്ട് വിലയിരുത്താൻ പറ്റാത്തിരിക്കണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരൊരു വിലയിരുത്തലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മെൻറ്റർ സഹായം വരുന്നത്, ഒരു മെൻറ്റർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ഓരോരോ സമയത്തും മോണിറ്ററിങ് ചെയ്ത് UPSCക്ക് വ്യക്തമായ ട്രാക്കിലൂടെയാണോ പോകുന്നതെന്ന് ഉറപ്പ് വരുത്താനും അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളാണ് വരുത്തേണ്ടത് പറഞ്ഞു തരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ആൻസേഴ്സിൻ്റെ ഒക്കെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടൊരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്ത് ആൻസർ റൈറ്റിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൻസർ റൈറ്റിംഗ് എങ്ങനെ മാറ്റം വരുത്താൻ, നല്ല ആൻസേഴ്സ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതുപോലെ നിങ്ങളിപ്പം സിലബസ് കവർ ചെയ്യാതിരിക്കുകയും സിലബസ് ഇല്ലാത്ത പഠിക്കുകയും ചെയ്യും ചില സമയത്ത്. അപ്പോൾ അത് വ്യക്തമായിട്ട് മോണിറ്ററിങ് ചെയ്ത് സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്, സിലബസിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് വായിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആവുന്ന സമയത്തൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് നമുക്കറിയാം ഒരുപാട് പഠിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പം ആ ഒരു സമയത്തൊക്കെ ഒരാളായിട്ട് ഒരു മെൻറ്റർ നമുക്ക് ടച്ച് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പഠനം ചെയ്യാൻ വീണ്ടും ഒന്ന് ഉഷാറാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ള. മെൻറ്ററായിട്ട് നിങ്ങൾക്ക് ആരും ഉപയോഗപ്പെടുത്താം, UPSC കിട്ടിയ ആളുകൾ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ UPSC പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉപയോഗപ്പെടുത്താം, ഓക്കെ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മെയിൻസ് ഒക്കെ എഴുതിയ ആളുകൾ ഉപയോഗപ്പെടുത്താം. അവരൊക്കെയാണ് പൊതുവേ മെൻറ്ററായിട്ട് നല്ല, അല്ലാതെ നമ്മൾ സാധാ സ്കൂൾ ടീച്ചേഴ്സ് എടുക്കുന്നതുകൊണ്ട് വലിയ അല്ലെങ്കിൽ ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മെൻറ്റേഴ്സും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ മെൻറ്റർഷിപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം പോകുന്ന പഠനവുമായിട്ട് ഡിസ്കസ് ചെയ്യും. എങ്ങനെ പഠിക്കുന്നത്, എത്ര സമയം പഠിക്കുന്നു, എത്ര സമയം പഠിക്കാൻ പറ്റും, വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഏതൊക്കെ സമയത്ത് പഠിക്കാൻ പറ്റും, നിങ്ങളുടെ പഠന രീതികൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ എത്രത്തോളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സിലബസ് കവർ ചെയ്തു, ഏതൊക്കെ വായിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു 1 year സ്ട്രാറ്റജി തരും. ആ 1 year സ്ട്രാറ്റജി നമ്മളത് മന്ത്ലി പ്ലാനിങ് ആക്കി മാറ്റും. ആ മന്ത്ലി പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യും, വീക്കിലി ടാർഗറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. ആ ടാർഗറ്റിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട GS സബ്ജക്റ്റുകൾ ഉണ്ടാവും, ഓപ്ഷൻ സബ്ജക്റ്റ് ഉണ്ടാവും, NCERT ഉണ്ടാവും, കറണ്ട് അഫെയർസ് ഉണ്ടാവും, ഡെയിലി പത്രം വായിക്കാനുണ്ടാവും, മാഗസിൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വീക്കിലി ചെയ്യേണ്ട ടെസ്റ്റുകൾ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. ഇത്തരത്തിൽ നിങ്ങൾക്ക് വീക്കിലുള്ള ടാർഗറ്റ് തരും. ഈ CSAT കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ പഠിക്കാനുണ്ടാവും. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീക്കിലി ടാർഗറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു വീക്കിനുള്ളിലായിട്ട് അത് കവർ ചെയ്യണം. കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ഡേറ്റിൽ മെൻറ്ററിങ് വെക്കും. ആ മെൻറ്ററിങ്ങിൽ എന്ത് നിങ്ങൾ വീക്കിലി ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. എന്തെങ്കിലും മാറ്റങ്ങൾ പ്രിപ്പറേഷനിൽ വരുത്തണമെന്ന് പറഞ്ഞാൽ നോട്ട് മേക്കിങ്ങിലോ ആൻസർ റൈറ്റിങ്ങിലോ തുടങ്ങിയതിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് പറഞ്ഞുതരും. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയ ആൻസേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല ആൻസേഴ്സ് തയ്യാറാക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തി നിങ്ങൾക്കുള്ള മറ്റുള്ള എല്ലാ ലേണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് നൽകിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീക്കിലോട്ടുള്ള ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യും.
ഇതേ രീതിയിൽ വീക്ക് ബൈ വീക്ക് നിങ്ങളെ മോണിറ്ററിങ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ്. ഇതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സിൻ്റെ 1 ഇയർ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെ ടെസ്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടക്കും. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തും. അതുപോലെ തന്നെ സബ്ജക്റ്റുകളിലൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്, മോഡൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും UPSCയുടെ പഠനം വ്യക്തമായ ട്രാക്കിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം എന്ന് പറയും. ഇതിൻ്റെ ഫീസ് 1 ഇയറിലോട്ടുള്ള ഫീസ് വരുന്നത് കഴിഞ്ഞ വർഷത്തെ ഫീസ് തന്നെയാണ്. ഇത് കൂടാൻ പോകുന്നേ ഉള്ളൂ. കൂടുന്നതിന് മുന്നുള്ള ഫീസ് എന്ന് പറയുന്നത് 7,000 ആണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 10 പേർക്കായിട്ടൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 4,999 രൂപയായിരിക്കും ഇതിന് വരിക. 1 ഇയർ പ്രോഗ്രാം ആയതുകൊണ്ടാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഓഫറിൽ കിട്ടണമെങ്കിലും എന്ത് ചെയ്യുക, ഉടനെ തന്നെ ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ബന്ധപ്പെടാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് മാത്രമേ ഈ ഓഫറുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ 7,000 എന്നുള്ളതിൽ എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും ജോയിൻ ചെയ്യാൻ പറ്റും. കുറഞ്ഞ പേർക്കാണ് ഞാൻ ഡയറക്റ്റായിട്ട് മെൻറ്റർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലൊക്കെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഉടൻ ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോവുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും